ശ്രീമദ് ഭാഗവതം ക്ലാസ് 264 നമ്മൾ സ്കന്ധം 10 രണ്ടാമത്തെ ഭാഗത്തിൽ 62ാമത്തെ അധ്യായമാണ്. ബാണാസുരൻ അനിരുദ്ധനെ ബന്ധിക്കുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നിൽ പരീക്ഷിത്ത് പറയുകയാണ്, യദുകുലോത്തമനായ അനിരുദ്ധൻ ബാണാസുരന്റെ പുത്രിയെ വിവാഹം കഴിച്ചപ്പോൾ കൃഷ്ണനും ശിവനും തമ്മിൽ ഭയങ്കരമായ യുദ്ധമുണ്ടായി. പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ആ കാലഘട്ടത്തിൽ യദുകുലോത്തമനായ അനിരുദ്ധൻ ബാണാസുരന്റെ പുത്രിയെ വിവാഹം കഴിച്ചപ്പോൾ കൃഷ്ണനും ശിവനും തമ്മിൽ ഭയങ്കരമായ യുദ്ധമുണ്ടായി. ഇതെല്ലാം വിസ്തരിച്ച് അറിയണമെന്നുണ്ട്. ഇപ്പം 2 ശുഗൻ പറയുകയാണ്, വാമനാവതാരത്തിലൂടെ ഭൂമി മുഴുവൻ ബലിയിൽ നിന്നും മഹാവിഷ്ണുവിന് ദാനമായി ലഭിച്ചു. ഈ ഭൂമി മുഴുവൻ മഹാബലി ദാനം കൊടുത്തിയാണ്. ആർക്ക്? 14 ലോകം മഹാബലിയുടെ കൺട്രോളായിരുന്നു. പിന്നെ വാമനാവതാരം വന്നിട്ടാണ് 3 ഭൂമി മുഴുവൻ വലിയ ഭൂമിക്ക് എല്ലാം കിട്ടി. അക്കൂട്ടത്തിൽ ഭൂമിയും വിഷ്ണുവിന് ദാനമായി ലഭിച്ചു. ആ ബലിയുടെ 100 പുത്രന്മാരിൽ മൂത്തവനാണ് ബാണാസുരൻ. ബലിയുടെ പുത്രനാണ് അവൻ. ലോകത്തിൽ ബഹുമാന്യനും ബലിമാന്യനാണല്ലോ. അപ്പം പുത്രനും എന്തായിരിക്കും? മാന്യം തന്നെയായിരിക്കും. ദാനശീലനാണ്, ബുദ്ധിമാനാണ്, സത്യസന്ധനാണ്, വ്രതനിഷ്ഠനാണ്, ശിവഭക്തനുമായിരുന്നു. ശിവനെയാണ് ആരാധിക്കുന്നത്. കാരണം അസുര സ്വഭാവമുള്ളവരെല്ലാം ശിവനുമായിട്ടാണ് ബന്ധം കൂടുതൽ. അങ്ങനെയൊന്നുമില്ല, എങ്ങനെയാ എന്നാലും പൊതുവേ. അവൻ പണ്ട് ശോണിത രാജ്യത്തെ രാജാവായിരുന്നു. പരമശിവന്റെ അനുഗ്രഹത്താൽ ദേവന്മാർ പോലും അവന് ഭൃത്യന്മാരെ പോലെ വർത്തിച്ചു. ശോണിതം. എന്താണ് ഈ ശോണിതം? ശോണിതം രക്തം എന്നാണ് അർത്ഥം. ശോണിത രാജ്യത്തെ അവന്റെ രാജാവാണ്. രക്തം ഒഴുകുന്നതിൻ്റെ അടുത്തുള്ള രാജാവാണ്. വേറെ ചിലയിടത്ത് ശുക്ല ശോണിതങ്ങളെല്ലാം ചേർന്നിട്ട് എന്നെല്ലാം പറയുന്ന വെച്ചിട്ടുണ്ട്. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് മക്കളുണ്ടാകുന്ന കാര്യമാണ്, പുത്രപൗത്രാദികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം മക്കളുണ്ടാകുന്ന പ്രവൃത്തിയെ പറ്റിയുള്ള ഒരു കഥയായിട്ട് ഇതിനെ കാണണം. ബീജവും അണ്ടവും എല്ലാം ചേർന്നിട്ടാണ് മക്കൾ ഉണ്ടാകുന്നത്. അതുമായിട്ട് ഇതിനെ കാണണം. അപ്പം രക്തത്തിൻ്റെ രാജാവാണ്. രക്തത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ബീജങ്ങളും അണ്ടങ്ങളും എല്ലാം ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം അവയുടെ രാജാവാണ്. എന്താ പറയുന്നത് നോക്കാം. അപ്പം ശിവനുമായിട്ടാണ് ബന്ധം. ശിവൻ എന്താണ്? ആറ്റങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം. ആറ്റങ്ങളാണ് ശിവൻ. ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ രക്തവും എല്ലാം കുട്ടികൾ ഉണ്ടാകുന്നതിലെല്ലാം ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ജനിതക ഘടനകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശിവന്റെ ഭക്തനായതുകൊണ്ട് ദേവന്മാർ പോലും ഇവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. ഭൃത്യന്മാരെ പോലെ വർത്തിച്ചിട്ട് എല്ലാം ചെയ്തു കൊടുക്കും. ഇനി 5. അപ്പോൾ 5 പറയുന്നത് 1000 കരങ്ങളുള്ള ബാണൻ. അപ്പം വേറൊരാളെ പറ്റി പറയുകയാണ്, 1000 കരങ്ങളുള്ള ബാണൻ താണ്ഡവ നൃത്തം ചെയ്തിട്ട് ശിവൻ താണ്ഡവ നൃത്തം ചെയ്യുന്ന സമയത്ത് വാദ്യം പ്രയോഗിച്ച് സന്തോഷിപ്പിച്ചു. ശിവന്റെ താണ്ഡവ നൃത്തത്തിൽ ഈ ബാണൻ സന്തോഷിപ്പിച്ചത് പരമായിട്ട്
അദ്ദേഹം എന്ത് ചെയ്തു? ശിവൻ സന്തോഷിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? സർവഭൂതങ്ങളുടെയും നാഥനായ ശിവൻ വരം ആവശ്യപ്പെടുവാൻ പറഞ്ഞു. എനിക്ക് എന്ത് വരം വേണ്ടെങ്കിലും ഞാൻ തരാ എന്ന് പറഞ്ഞു ശിവന്റെ താണ്ഡവ നൃത്തത്തിൽ. അപ്പൊ ഇതെല്ലാം ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സൃഷ്ടി എന്ന് പറയുന്നത് ആറ്റത്തിലൂടെയാണ്. ഏത് സൃഷ്ടി? പ്രപഞ്ചം സൃഷ്ടിച്ചതും ആറ്റത്തിലൂടെ തന്നെയാണ്. ശിവനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗർഭപാതത്തിൽ കുട്ടികൾ ഉണ്ടാകുന്നതും ആറ്റങ്ങൾ ജനിതക ഘടനയിൽ ഒരു പ്രത്യേക തരത്തിൽ ക്രോമസോമുകളെല്ലാം ഉണ്ടായിട്ടാണ് സംഭവിക്കുന്നത്. ഇപ്പം സർവഭൂതങ്ങളുടെയും നാഥനായ ശിവൻ വരം ആവശ്യപ്പെടുവാൻ പറഞ്ഞു. അവൻ ഭഗവാനെ തൻ്റെ നഗരത്തിൻ്റെ പാലകനാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ പുരത്തിൻ്റെ നാഥനാക്കി മാറ്റി. എന്നിട്ടോ വീരവാനായ അവനൊരിക്കൽ പുരം കാത്തുകൊണ്ടിരുന്ന ശിവനോട് സൂര്യപ്രകാശമുള്ള അവൻ്റെ സൂര്യപ്രകാശത്തെ പോലെ തിളങ്ങുന്ന അവൻ്റെ കിരീടം ഭഗവാന്റെ കാൽക്കൽ വെച്ചിട്ട് സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, സമസ്ത ലോകങ്ങളുടെയും പിതാവും നിയന്താവുമായ ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതുമായ നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. ജനങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിക്കുന്ന ആരാണ്? രുദ്രനാണ്, ആറ്റങ്ങളുടെയാണ്. നിന്തിരുവടിയാണ് എനിക്ക് 1000 കൈകൾ തന്നത്. അത്ര ബലവാനാക്കി 1000 കൈകൾ തന്നിട്ടുണ്ട്. കേവലം അത് ഭാരമായിരിക്കുകയാണ്. ഇപ്പം ഇത്രയും കയ്യെല്ലാം തന്നു, പക്ഷെ അതെനിക്ക് ഇപ്പോൾ ഭാരമായിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഭഗവാനല്ലാതെ, അതായത് ഈ ശിവനല്ലാതെ എനിക്ക് 3 ലോകത്തിലും തുല്യനായ വേറൊരു എതിരാളിയില്ല. ഈ ലോകത്തിൽ ഭഗവാൻ വരം തന്ന അങ്ങ് മാത്രമേ എനിക്ക് തുല്യനായിട്ടുള്ളൂ. അതായത് ശിവനും പോലും തുല്യനാണ്. ബാക്കി ആരും തുല്യനായിട്ട് ഈ ലോകത്തിൽ എനിക്കില്ല. അപ്പോൾ ഒമ്പയിൽ പറയാണ്, ഞാൻ യുദ്ധം കൊതിച്ചിട്ട് കൈകളാൽ, ഇത്രയും കൈകളുള്ളതുകൊണ്ട് എനിക്ക് ഇതുകൊണ്ട് യുദ്ധം ചെയ്യണം. അതുകൊണ്ട് കൈക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ കൈകൾ കൊണ്ട് മലകളെയെല്ലാം ഇടിച്ചു പൊളിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അപ്പൊ എന്തൊക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഈ കൈ കൊണ്ട് എന്ത് ചെയ്യും? മലകളെയെല്ലാം ഇടിച്ചു പൊളിച്ചു. എന്നിട്ട് ദിഗ്ജനങ്ങളുടെ നേരെ പാഞ്ഞു ചെന്നു. ദിഗ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ദിക്കുകളെ പരിപാലിക്കുന്നവരുടെ, ദിക്പാലകരുടെ നേരെ പാഞ്ഞു ചെന്നു. അവരും പേടിച്ചു ഓടിക്കളഞ്ഞു, എന്നെ പേടിച്ചിട്ട്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ 10 ശിവൻ രുദ്രൻ പറയുകയാണ്. അത് കേട്ട് സർവജ്ഞനായ രുദ്രൻ കോപിച്ചിട്ട് പറഞ്ഞു, മൂഢ, എന്ന് നിന്റെ കൊടിമരം തകരുന്നുവോ അന്ന് നിനക്ക് എന്നെപ്പോലെ ഒരാളുമായി ഏറ്റുമുട്ടേണ്ടി വരും. നീ എനിക്ക് തുല്യെന്നല്ല പറഞ്ഞത്. ഏതായാലും നിന്റെ കൊടിമരം, നിന്റെ അധികാരം എന്ന് നഷ്ടപ്പെടാൻ പോകുന്നുവോ അന്ന് എനിക്ക് തുല്യമായ വേറൊരുത്തൻ അവിടെ വന്നോളും, പേടിക്കൊന്നും വേണ്ട. ഇതിനുശേഷം ബാണൻ സ്വഗ്രഹത്തിലെത്തി. എന്നിട്ട് ശിവന്റെ വചനത്തെ കാത്തിരിക്കുക. ശിവൻ പറയുന്നത് നോക്കിയിട്ട് എനിക്കൊരാളെ വരുമല്ലോ, ഇപ്പം വരുമല്ലോ എന്നും വെച്ച് ഇരിക്കാൻ തുടങ്ങി. 12 അവന് ഉഷയെന്ന പേരായ ഒരു മകൾ ഉണ്ടായിരുന്നു. ഉഷ. വിവാഹം കഴിയാത്ത അവൾ ഇതിനു മുമ്പ് കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത അനിരുദ്ധനുമായി സ്വപ്നത്തിൽ രതിസുഖം അനുഭവിച്ചു. അപ്പൊ അവൾ അവിടെ ഇതുവരെ കാണാത്ത പുരുഷനുമായിട്ട്, അപ്പം ഈ ബാണൻ എന്ന് പറയുന്നത് ഗർഭാശയത്തിലുള്ള ആ ശക്തി വിശേഷമാണ്. അവന്റെ മകളാണ് ആര്? ഈ ഉഷ. അതിലേക്ക് ശ്രോണിതത്തിൽ നിന്നാണ് അനിരുദ്ധൻ വരിക. ശ്രോണിതം എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ
രക്തത്തിൽ നിന്നാണ് ബീജം. അപ്പോൾ ആ ബീജമാണ് ഇവിടെ അനിരുദ്ധൻ. ഉഷയാണ് ഗർഭത്തിലെ അണ്ടമായിട്ട് കണ്ടുകൊള്ളുക. ഇതാണ് ശോണിത രാജാവ്. ശോണിതം എന്ന് പറഞ്ഞാൽ രക്തം, രക്തത്തിൻ്റെ രാജാവ്. അതാണ് ബീജം. അവനുമായിട്ട് സ്വർഗത്തിൽ ഇതുവരെ കാണാൻ പറ്റില്ല. അത് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അത് അവള് രതിസുഖം അനുഭവിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നം കണ്ട അപ്പം മാഞ്ഞു പോകുമല്ലോ. പിന്നെ അവനെ കാണാതെ വിവശയായ അവൾ, കാന്ത ഭവാൻ എവിടെയാണ് എന്ന് പറഞ്ഞ് സഖികളുടെ നടുവിൽ ലജ്ജയോടെ എഴുന്നേറ്റിരുന്നു. സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് എണീച്ച് ഭവാൻ എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എണീച്ച് ഇരുന്നു. 14 കുംഭാണ്ഡൻ ബാണാസുരന്റെ മന്ത്രിയായിരുന്നു. അപ്പം കാവൽക്കാരനും എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാണ്. അതിൻ്റെ സുരക്ഷിതത്വം, ഗർഭാശയത്തിൻ്റെ അകത്തുള്ള മകളുടെ ഉഷയുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കുന്നവനായിരുന്നു ഈ കുംഭാണ്ഡൻ. ബാണാസുരന്റെ മന്ത്രിയായിരുന്നു. ചിത്രരേഖ അവൻ്റെ പുത്രിയാണ്. അവൾ ഉഷയുടെ സഖിയുമാണ്. ഉഷയുടെ സഖിയായ അവൾ കൗതുകത്തോടെ ഉഷയോട് ചോദിച്ചു. ഇങ്ങനെ എണീച്ചിരുന്നപ്പോൾ അവളോട് ചോദിച്ചു, സുന്ദരി, നീ ആരെ തിരയുന്നു? എന്താണ് നിന്റെ ചിന്ത? ഇതുവരെ ആരും നിന്റെ കരം പിടിച്ചതായിട്ട് കാണുന്നില്ല. നിന്റെ കരം ഇതുവരെ ആരും പിടിച്ചിട്ടില്ല. പിന്നെ നീ ആരെപ്പറ്റിയാണ് പറയുന്നത്? അപ്പോൾ ഉഷ പറഞ്ഞു, ശ്യാമളവർണ്ണനും താമര നയനേത്രനും കാണപ്പെട്ടു. മഹാബാഹുവും ഉള്ള ഒരു പുരുഷൻ സ്വപ്നത്തിൽ കാണപ്പെട്ടു. ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെയുള്ളൊരു സുന്ദരമായ പുരുഷനെ കാണപ്പെട്ടു. എൻ്റെ പരേഡ് ചുണ്ടിലൂറുന്ന നറുതേ നുകരുവാൻ തന്ന് കൊതിച്ചിരിക്കുന്ന എന്നെ സമുദ്രത്തിൽ ആട്ടിയിട്ട് എങ്ങോട്ടോ പോയി. സ്വപ്നത്തിൽ കണ്ട കാര്യമാണ്. അതുകൊണ്ട് ചുണ്ടിലൂറുന്ന നറുതേന് തന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി എവിടെയോ പോയി. ആ പുരുഷനെയാണ് ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് സ്വപ്നത്തിൽ കണ്ട്. അവർക്ക് അവിടെ ഇരുന്നിട്ട് സ്വപ്നത്തിലല്ലേ കാണാൻ പറ്റും. ആർക്ക്? അണ്ടത്തിന്, ഗർഭാശയത്തിലിരിക്കുന്ന അണ്ടത്തിന് ഏതിനെ കാണാൻ പറ്റുള്ളൂ? ഒരാളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. അത് സ്വപ്നത്തിൽ കണ്ട് നല്ല കഥയിൽ പിന്നെ അങ്ങനെ വെച്ച് കാണിച്ചു. ചിത്രരേഖയാണ്. ചിത്രരേഖ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ വരക്കുന്നത്, അല്ലെങ്കിൽ ഡിസൈനർ, ഡ്രാസ്മാൻ എന്നെല്ലാം പറയാം. നമുക്ക് ഡ്രാസ്മാൻ എന്ന് പറയാം. ചിത്രരേഖയാണ് വരക്കുന്ന കക്ഷികൾ. ഈ ജനിതക ഘടനയെല്ലാം ഇങ്ങനെ വരച്ചിട്ടിട്ട് ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മൾ ഒരു പുരുഷന്റെ സ്വഭാവം എങ്ങനെയെന്ന് ശാസ്ത്രലോകം നോക്കുന്ന അവൻ്റെ ജീനെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ഇവൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജീനാണ് എടുക്കുക. ജീനാന്ന് പറഞ്ഞാൽ ചിത്രപ്പണിയാണ്. കുറേ കോണിപ്പണി വാനികളിലെല്ലാം കുറേ വരച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ജീന്. ചിത്രലേഖ ഡ്രാസ്മാനാണ്. ഡ്രാസ്മാന്മാരാണെങ്കിൽ ഇത് വരക്കാൻ കൊടുത്തത് ഇങ്ങനെയല്ല ആ ഘടനയിൽ. ഇപ്പം ചിത്രലേഖയാണ് സഖി, കൂട്ടുകാരി. പേരിലെല്ലാം പ്രാധാന്യമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, നിന്റെ ക്ലേശത്തെ ഞാൻ തീർത്തു തരാം, 3 ലോകത്തിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, മനസ്സിൽ തോന്നുന്നത് പറഞ്ഞു തരിക. അപ്പം മനസ്സിൽ ലക്ഷണം പറഞ്ഞു കൊടുക്കണം. ലക്ഷണം പറയുമ്പോൾ സയൻസ് അങ്ങ് മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. അവന് കറുത്ത കണ്ണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനിതക ഘടന അതിനനുസരിച്ച് വെക്കും. അവരെ മൂക്ക് നീണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ആ മൂക്കിൻ്റെ ജനിതക ഘടന എടുത്തിട്ട് ആ ആംഗിളിൽ തിരിച്ചു വെക്കും. പിന്നെ മുടി ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ മുടീൻ്റെ ജീനെടുത്തിട്ട് ഇങ്ങനെ വെക്കും. ചിത്രലേഖയാണ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഡ്രാസ്മാനാണ്, വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിനക്ക് എന്തെല്ലാം ലക്ഷണങ്ങൾ തോന്നുന്നു അതുമാതിരി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ജീന് അതുമേലെ ആക്കിയിട്ട് അവസാനം ഒരു ജീന് കിട്ടുമല്ലോ. ഇത് ആരുടെ ജീനായിരിക്കും? മറ്റേ
അവൾ മനസ്സിൽ കാണുന്ന ആളുടെ ജീന് ആയിരിക്കും. അതാരാണ്? അനിരുദ്ധൻ. അപ്പോൾ നീ മനസ്സിൽ തോന്നുന്നതെല്ലാം പറഞ്ഞു തരിക എന്ന് പറഞ്ഞ് അവളാദ്യം ദേവന്മാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ചാണരന്മാര്, അസുരന്മാര്, വിദ്യാധരന്മാര്, യക്ഷന്മാര്, മനുഷ്യരുടെ എന്നീ ശരിയാവണ്ണമുള്ള ചിത്രത്തിൽ എഴുതി ചിത്രം കാണിച്ചു കൊടുത്തു വരച്ചിട്ട്. അപ്പം മനുഷ്യർക്ക് പല ജീവജാലങ്ങൾക്ക് ഓരോ തരം ജനിതഘടനയായിരിക്കുമല്ലോ. ഇതെല്ലാം കാണിച്ചു കൊടുത്തു. ഏത് കാറ്റഗറിയിലാണ് ഇവർ? ദേവനിൽ പെടുന്നുണ്ടോ? ചാരണന്മാരിൽ വരുന്നുണ്ടോ? സിദ്ധന്മാരിൽ വരുന്നുണ്ടോ? ഗന്ധർവന്മാരിൽ വിദ്യയിലുണ്ടോ എന്നെല്ലാം ചോദിച്ച് യക്ഷികളിൽ വരുന്നുണ്ടോ? യക്ഷന്മാരിൽ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചു കൊടുത്തപ്പോൾ അവൾ മനുഷ്യരുടെ കൂട്ടത്തിലാണെന്ന് മനസ്സിലാക്കി. പിന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ശൂരസേനൻ, വസുദേവൻ, രാമലക്ഷ്മണന്മാർ എന്നിവരുടെ ചിത്രങ്ങളെല്ലാം ചിത്രങ്ങളെല്ലാം വരച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിതഘടനയെടുത്തുനിന്ന് ശാസ്ത്രീയമായി ചിന്തിച്ചവരുടെ ഈ ജീനാണോ, ഇത്തരം ജീനാണോ, രാമകൃഷ്ണന്മാരുടെ ജീനാണോ എന്നല്ല. എന്നിട്ട് പിന്നെ അവള് പ്രത്യുമ്നന്റെ വരച്ചപ്പോൾ പ്രത്യുമ്നന്റെ ചിത്രം വരച്ചു. പ്രത്യുമ്നന്റെ ജീനിന്റെ ചിത്രം വരച്ചപ്പോൾ അവൾ ലജ്ജിച്ചു, തല താഴ്ത്തി. അപ്പൊ പ്രത്യുമ്നനിലെത്തി. അപ്പൊ പ്രത്യുമ്നന്റെ കൂട്ടത്തിൽ പെടുന്ന ഏതോ ഒരു കക്ഷിയാണ്. ഇനി അവന്റെ ജീന് വരച്ചാൽ മതി. പ്രത്യുമ്നന്റെ ജീനൊന്ന് മാറ്റം വരുത്തിയിട്ടാണല്ലോ മക്കളെ ജീനെല്ലാം വരുന്നത്. എങ്ങനെയാണ്? ഇപ്പൊ ഏകദേശം പ്രത്യുമ്നന്റെ കണ്ടപ്പോൾ അവർക്ക് ലജ്ജ വന്നു. ഏകദേശം ഇതെല്ലാം പോലെ തന്നെ ജീനെന്ന് ഞാൻ പറയുകയാണ്. ഇവിടെ പ്രത്യുമ്നനെ വരച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളൂ. ഞാൻ പറയുന്ന ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കൂടെ കുറച്ചൊന്ന് വ്യാഖ്യാനിച്ച് പറയുന്നത് വേണ്ടിക്കെടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പ്രത്യുമ്നനായിട്ട് എടുത്താൽ മതി. ജീന് എന്നെല്ലാം പറയുന്ന ഞാൻ വരച്ചു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വരച്ചത് എന്താണ് വരച്ചതെന്നൊന്നും ഒരു വ്യക്തതയില്ലാത്ത മാതിരിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചിത്രലേഖയാണെങ്കിൽ എന്തായിരിക്കും വരക്കേണ്ടത്? ആളെ വരച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ആളെ വരച്ച് കാണിച്ചാലും മതി, ജനിതഘടന വരച്ചാലും മതി. പിന്നെ അനിരുദ്ധന്റെ, അപ്പോൾ പ്രത്യുമ്നന് വരികയാണ്. പിന്നെ അനിരുദ്ധന്റെ ചിത്രം എഴുതിയപ്പോൾ കണ്ട് ലജ്ജയോടെ അവൾ ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. പിന്നെ അനിരുദ്ധനെ കാണിച്ച ഇദ്ദേഹം തന്നെ സ്വപ്നത്തിൽ വന്ന കക്ഷി. 22 യോഗവിദ്യ അറിയാവുന്ന ചിത്രലേഖ അവനെ കൃഷ്ണന്റെ പൗത്രനാണെന്ന് മനസ്സിലാക്കിയിട്ട് ദ്വാരകാപുരത്തിലേക്ക് ആകാശത്തിലൂടെ പോയിട്ട് അവൾ അവിടെ പ്രത്യുമ്നൻ പുത്രനെ ഒരു കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. അവനെ ഗോപുരത്തിലേക്ക് എടുത്തുകൊണ്ടുവന്ന് ഉഷക്ക് കാട്ടിക്കൊടുത്തു. എന്നാ പിടിച്ചോന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെയാണ് അനിരുദ്ധൻ, രക്തത്തിലുള്ള അനിരുദ്ധൻ. രക്തത്തിൽ അസംഖ്യം എന്തുണ്ട് ബീജങ്ങളുണ്ട്. അതിൽ അനിരുദ്ധൻ എന്ന ബീജം ഉഷയുടെ അടുത്തേക്ക് എത്തുകയാണ്. അത് എത്താൻ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഈ ചിത്രലേഖ. ചിത്രലേഖ എന്ന് പറഞ്ഞാൽ ഓരോ വാക്കും വിധിച്ചിട്ടുണ്ട്. ഇന്ന ജനിതഘടനയുള്ളതാണ് വേണ്ടമെന്ന്. ഞാൻ പണ്ടേ പറഞ്ഞു, ഒരാളുടെ ബീജത്തിൽ എത്രയോ സ്വഭാവ വിശേഷമുള്ളതുണ്ട്. പക്ഷേ അണ്ടത്തിന് യോജിച്ച ഒന്നിനെ, കാരണം ഏതൊരു കുട്ടിയാണോ ജനിക്കേണ്ടത് അതിന് വേണ്ട ക്വാളിറ്റിയുള്ള ബീജത്തെ അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് യോജിപ്പിക്കുന്ന ഉത്തരവാദിത്തം ഇവിടെ ചിത്രലേഖക്കാണ് കൊടുത്തിരിക്കുന്നത്. വേദങ്ങളിൽ പറയുമ്പോൾ അതെല്ലാം ഇന്ദ്രനാണ് ചെയ്യുന്നത്. ഇന്ദ്രന്റെ ജോലിയാണ് ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ കഥയിൽ വരുമ്പോൾ ഇന്ദ്രനെയെല്ലാം വിട്ട് ആരെ പേരിലിട്ട് ചിത്രലേഖന്റെ വകുപ്പിൽ പെടുത്തി. എന്നിട്ട് 24 അവളാകട്ടെ അവന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ട് പുരുഷന്മാരാൽ കാണപ്പെടാവുന്നതല്ലാത്ത ഗൃഹത്തിൽ വെച്ച്, പുരുഷന്മാർക്കൊന്നും കയറിച്ചെല്ലാൻ പറ്റാത്ത ഗൃഹത്തിൽ വെച്ച്, ഈ ഗർഭപാത്രത്തില് ആ അണ്ടത്തില് വേറെ ആർക്കും കയറാൻ പറ്റൂല. അണ്ടത്തിന്റെ അകത്താണ് ഇരിക്കുന്നത്.
ആ ജനിതക ഘടന. അതിലേക്കാണ് ഈ അനിരുദ്ധം കരിച്ചെടുത്തത്, ബീജമാകുന്ന അനിരുദ്ധൻ. അതിൻ്റെ അകത്ത് പിന്നെ വേറെ പുരുഷന്മാർക്കൊന്നും പ്രവേശനമില്ല. ഒരു പുരുഷനും കയറാത്ത സ്ഥലം എവിടെയാണ് ഉള്ളത്? അവിടെ മാത്രമേ ഉള്ളൂ. അവന് മാത്രമേ കയറാൻ പറ്റൂ. ഒരണ്ടത്തില് പല ബീജങ്ങൾക്ക് കയറാൻ പറ്റുമോ? ഒറ്റൊന്നേ കയറാൻ പറ്റുള്ളൂ. അത് സെലക്ട് ചെയ്തതാണ്. അത് ചിത്രലേഖ സെലക്ട് ചെയ്തിട്ടാണ് എത്തിച്ചിട്ടുണ്ട്. മറ്റുള്ള പുരുഷന്മാർക്കൊന്നും പ്രവേശിക്കാൻ പറ്റാത്ത ആ സ്ഥലത്ത് വെച്ച് അവൾ അനിരുദ്ധനുമായിട്ട് രമിച്ചു. അവിടെ വെച്ചൊരു രമിക്കുന്ന പരിപാടി നടക്കുകയാണ്. ആ അനിരുദ്ധൻ കന്യകയുടെ അന്തഃപുരത്തിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് നിത്യേന ഉഷയോടുകൂടി, അപ്പൊ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരുന്നു കൊണ്ട്, ഇതിൻ്റെ അകത്ത് ഈ അണ്ടത്തിൻ്റെ അകത്ത് ഒളിഞ്ഞിരുന്നു കൊണ്ട് നിത്യേന ഉഷയോടുകൂടി വജ്രം, നൂല്, സുഗന്ധം, ധൂമം, പാദം, പിന്നെന്തുണ്ട്? പാനമുണ്ട്, ഭോജനമുണ്ട്. ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് കൂടിച്ചേരുമ്പോൾ ഭക്ഷണം വേണ്ടേ? ഇതെല്ലാം രക്തത്തിലോട്ട് വരും. എന്നിട്ടാണല്ലോ ആ കുട്ടി വളരുന്നത്. അപ്പം പാനം, ഭോജനം എന്നിവയും തൂമൊഴിയാലും പരിചര്യയാലും അവിടെ പരിചരണം എല്ലാം നടക്കുന്നുണ്ട്. എന്തായി? ആരാധിതനായിരുന്നു. അതിൻ്റെ അകത്ത് അവൻ ആരാധിതനായിട്ട് അവളോടൊത്ത് അങ്ങനെ രമിച്ചു. ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ട്, ഭക്ഷണം കഴിച്ചാലേ വലുതാൻ പറ്റുള്ളൂ. അങ്ങനെ അവളുടെ മനസ്സ് കവർന്നെടുത്തവനായി നാളുകൾ കഴിഞ്ഞതറിഞ്ഞില്ല. അവിടെ അങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. നമുക്കും അറിയാൻ പറ്റൂല. ആദ്യത്തെ കാലത്തൊന്നും അറിയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? ഡോക്ടറെ അടുത്ത് പോയാലൊന്നും പറയാനൊന്നും പറ്റില്ല. ഈ അണ്ടത്തിൻ്റെ അകത്ത് ബീജം കയറിയിട്ടുണ്ടോ എന്ന് ഡോക്ടറെ അടുത്ത് പോയാലും ഡോക്ടർക്ക് ആദ്യ ദിവസം ഒന്നും പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ആരും അറിയാതെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. 27 അനിരുദ്ധൻ ഈ വിധം രഹസ്യമായി കഴിഞ്ഞപ്പോൾ ഉഷയുടെ മറച്ചുവെക്കാനാവാത്ത ലക്ഷണങ്ങൾ കണ്ട്, അപ്പം മറച്ചുവെക്കാൻ പറ്റാത്ത ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. കന്യാവ്രതം നഷ്ടപ്പെട്ടവളായി കാവൽക്കാരൻ കണ്ടെത്തി. അപ്പൊ കാവൽക്കാരനാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവക്കെന്തോ കുഴപ്പമുണ്ടെന്ന്, മറച്ചു വെക്കാത്ത ലക്ഷണങ്ങളെല്ലാം പ്രകടമായി. പിന്നെ എന്തിൻ്റെ? കന്യാവ്രതം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കാവൽക്കാരന് മനസ്സിലാക്കി. എന്നിട്ട് അയാൾ നേരെ ചെന്നിട്ട് മഹാരാജാവോട് പറഞ്ഞു, അങ്ങയുടെ മകൾ കുലം കെടുത്തുന്ന പ്രവൃത്തിയെ ചെയ്തതായി ഞാൻ കാണുന്നു. അപ്പോൾ 29 പറയുകയാണ്, അങ്ങയുടെ മകള് കുലം കെടുത്തുന്ന പ്രവൃത്തി ചെയ്തതായിട്ട് ഞങ്ങൾ കാണുന്നു. എന്തോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട്. സ്ഥലം വിട്ടുപോകാതെ ഞങ്ങളാൽ കന്യാഗ്രഹത്തിൽ ഞങ്ങൾ കാവലിരുന്നിട്ട്, എപ്പോഴും ഇവിടെ കാവലായിരുന്നു. ആ ഭ്രൂണ അണ്ടത്തിന് നമ്മളെപ്പോഴും ചുറ്റും കാവലുണ്ടായിരുന്നു. ബാണാസുരനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാവലിരിക്കാൻ. പക്ഷെ നമ്മൾ ഇതിലൂടെയൊന്നും പോകുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പുരുഷന്മാർക്ക് കടക്കാൻ പ്രയാസമായിട്ടും അങ്ങനെ പെട്ടെന്നൊന്നും അതിൻ്റെ അകത്ത് നമ്മൾ കാവലിരിക്കുന്നുണ്ട്. പുരുഷന്മാർക്കൊന്നും അതിൻ്റെ അകത്ത് അങ്ങനെ പെട്ടെന്നൊന്നും കയറാൻ പറ്റില്ല. പക്ഷേ കന്യകക്ക് ദോഷം സംഭവിച്ചത് എങ്ങനെയെന്നറിയില്ല. കന്യകക്ക് ദോഷം സംഭവിച്ച് ആ കന്യകക്ക് പോലും അറിയില്ല സംഭവിച്ചോ ഇല്ലയോ. അത് നമുക്കറിയുന്ന കാര്യമല്ലേ. ഇതെല്ലാം നടത്തിയാലും കന്യകക്കും ആ പയ്യനും ഒന്നും അറിയാൻ പറ്റൂല എന്തോ പറ്റുമെന്ന്. അറിയുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴാണ്. പിന്നെയാണോ കാവൽക്കാർക്ക് അറിയുന്നത്. കന്യകക്ക് പോലും അറിയില്ലെങ്കിൽ പിന്നെ കാവൽക്കാർക്ക് എങ്ങനെയാണ് അറിയുക? അപ്പം ദോഷം സംഭവിച്ചത് എങ്ങനെയെന്ന് അറിയില്ല. ഇത് കേട്ട് ബാണാസുരൻ വലിയ മനോവേദനയോടുകൂടി ബന്ധപ്പെട്ട് കാരാഗ്രഹത്തിലെത്തി. അവിടെ കന്യാഗ്രഹത്തിലെത്തി. കന്യയുടെ ഗൃഹത്തിലേക്കെത്തി
അവിടെ അനിരുദ്ധനെ കണ്ടു. അവിടെ അനിരുദ്ധൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി 31, 32 അവിടെ എന്താ കണ്ടതെന്ന് പറയാണ്. സാക്ഷാൽ കാമദേവന്റെ അവതാരമായ പ്രത്യുമ്നന്റെ ദേഹത്തിൽ നിന്നും പിറന്ന സുന്ദരനായ സുമുഖനുമായി ശ്യാമള വർണ്ണത്തോടുകൂടിയ മഞ്ഞപ്പട്ടുടുത്ത ഇത്. ഇനി കഥയിൽ കഥാപാത്രമായിട്ട് പറയുമ്പോൾ മഞ്ഞപ്പട്ടുടുക്കും ദീർഘബാഹവും പുഞ്ചിരിയോടുകൂടിയുമുള്ളവ അനിരുദ്ധനെ അവളുടെ മുൻവശത്ത് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പിതാവിൻ്റെന്നാണ് അംശമായിട്ടാണ് അത് വരുന്നത്. അപ്പം പ്രദ്യുമ്നൻ്റെന്നാണ് ഈ അനിരുദ്ധൻ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്ന് നേരെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. ഇനി 33 ആ അനിരുദ്ധൻ ആയുധധാരികളായ അനേകം ഭടന്മാരോടുകൂടി ആ ബാണാസുരൻ വരുന്നത് കണ്ടു. അകത്തേക്ക് കയറി വരുന്നത് കണ്ടിട്ട് ലോഹം കൊണ്ടുള്ള ഒരു ദണ്ഡെടുത്തിട്ട് പിടിച്ചുകൊണ്ട് കാലദണ്ഡം പിടിച്ച അന്ധകനെ പോലെ, കാലദണ്ഡ് പിടിച്ച അന്ധകനെ പോലെ, അന്ധകൻ ഒരു ദണ്ഡം പിടിച്ചിട്ടാണല്ലോ വരിക, അടിച്ചു കൊല്ലുവാൻ കണക്കെ അവിടെ നിന്നു. എന്നിട്ട് 34 ഇവനെ കടന്നു പിടിക്കുവാൻ ചുറ്റും നിന്ന് ഓടിയണഞ്ഞ ഭടന്മാരെയെല്ലാം ഒറ്റ പന്നി നായ്ക്കളെ എതിരിടുന്നത് പോലെ അവരെയെല്ലാം കൊന്നൊടുക്കി. അവരുടെ തല, കാല്, കഴുത്ത്, തുടകൾ മൂലവ തകർന്നവരായിക്കൊണ്ട് കന്യാഗൃഹത്തിൽ നിന്നും പുറത്തേക്കോടി. അപ്പോൾ ആ ഗൃഹത്തിൽ നിന്ന് സേനകളെല്ലാം രക്ഷപ്പെട്ടു ഓടി. കാരണം അതിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. രക്തസ്രാവമെല്ലാം ഉണ്ടാവും എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ആ തരത്തിലെല്ലാം ഇതിനെ കണ്ടാൽ മതി. അവരെല്ലാം അതിനെ തകർക്കാൻ ശ്രമിച്ചവർ ഓടിപ്പോയി. പിന്നെയോ മഹാബലവാനായ മഹാബലിപുത്രൻ കുപിതനായി തൻ്റെ സൈന്യത്തെ കൊന്നൊടുക്കുന്ന അനിരുദ്ധനെ നാഗപാശത്താൽ ബന്ധിച്ചു. ബന്ധിക്കപ്പെട്ടതായി അറിഞ്ഞ് അപ്പോൾ ഇവരെന്ത് ചെയ്തു? നാഗപാശത്താൽ ബന്ധിച്ചു. നാഗം എന്ന് പറഞ്ഞാൽ ഊർജമായിട്ട് എടുക്കണം. നാഗപാശത്താൽ ആരെ ബന്ധിച്ചു? അനിരുദ്ധനെ ബന്ധിച്ചു. അതായത് ഈ കടന്ന അനിരുദ്ധൻ ബീജം അവിടെ ബന്ധനത്തിലാൽപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ ഗർഭപാത്രത്തിൽ പുറത്തേക്ക് വരാൻ പറ്റുമോ? അവിടെ പോയാൽ പിന്നെ അതുമായിട്ട് കൂടി ചേർന്നിരിക്കുകയാണ്. ഇനി രണ്ടും കൂടി ഒന്നിച്ച് കുട്ടിയായിട്ട് പുറത്തേക്ക് വരുള്ളൂ. അല്ലാതെ ഇനി അവിടെ ബന്ധനത്തിലകപ്പെട്ടുകയാണ്. നാഗപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കഥയിൽ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലെല്ലാം വെച്ചിട്ട് ആലങ്കാരികമായിട്ട് പലതും പറയും. അത്തരത്തിൽ കണ്ടാൽ മതി. അർത്ഥം ഇത്രയേ ഉള്ളൂ. ആ അനിരുദ്ധൻ അവിടെ ആ സ്ത്രീയുമായിട്ടാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. അവിടെ കിടക്കുകയാണ്. അപ്പം ബന്ധിക്കപ്പെട്ടതായി അറിഞ്ഞ സങ്കടത്തോടുകൂടി ബന്ധിക്കപ്പെട്ടതായിട്ട് അറിഞ്ഞിട്ട് ഉഷ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. അപ്പോൾ അതോടുകൂടി അധ്യായം തീരുകയാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടി പറയുന്നതിൻ്റെ തുടക്കമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് ചാപ്റ്ററാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വംശമുണ്ടാകുന്ന കാര്യം പറയുന്നിടത്ത് ഇത്തരത്തിൽ ജനിതക ഘടനയായിട്ട് ബന്ധിപ്പിച്ച്, അതുകൊണ്ടാണ് ചിത്രലേഖനി എന്ന ഒരു പേര് വെച്ച് അവളാണ് ആദ്യം വംശമായിട്ട് തിരിച്ച്. കാരണം ജനിതഘടന എങ്ങനെ തിരിച്ചറിയാം? നമ്മളിപ്പോൾ ഒരു ജീന് ഡോക്ടർമാരെടുത്ത് കൊടുത്ത് പരിശോധിക്കുന്ന ലാബ് കൊടുത്തു കഴിഞ്ഞാൽ അത് പട്ടീൻ്റെ ആണോ പൂച്ചേൻ്റെ ആണോ എന്നല്ല ആദ്യം നോക്കുക. ഒരു ജീന് കിട്ടി, ഭൂമിയിൽ നിന്ന് കിട്ടിയതാണ്. എവിടുന്നോ പൂച്ചാൽ ഒരു ജീന് കിട്ടി. ഇത് ഡൈനോസറിൻ്റെ ആണോ മറ്റേതാണോ എന്നല്ല അറിയണ്ടെങ്കിൽ അവർ അനലൈസ് ചെയ്യുമ്പോൾ ഇത് മനുഷ്യവർഗത്തിലാണ്, അങ്ങനെ മനുഷ്യന് ജനിതഘടനയിലുള്ള തരത്തിലാണ് ഇത് വിവരണം പോയിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം, ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ ഇതിനെ കുറച്ചും കൂടി വിസ്തരിച്ചെല്ലാം പറയാൻ പറ്റും. അപ്പം നമുക്കൊരു ലിമിറ്റേഷനുണ്ട്. നമുക്ക് നമ്മൾ പറയുന്ന നല്ല ഇതിലുള്ള ലെവലിലാണ് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരു ഡോക്ടറോ ജനിതഘടനയെല്ലാം അറിയുന്നവരാണെങ്കിൽ ഇവിടെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തെല്ലാം?
കാല്, കഴുത്ത്, തുടകൾ മൂലാവ തകർന്നവരായി പുറത്തേക്ക് പോയി. അവിടെ എന്തെങ്കിലും എതിർപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ ഗർഭപാത്രത്തിൽ വെച്ച് കുട്ടികൾക്ക് നാശം സംഭവിക്കാം. അതുകൊണ്ടാണ് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗർഭപാത്രത്തിൽ വെച്ച് വല്ലതും എതിർക്കുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അത് തന്നെ രക്തത്തിലൂടെയാണ് അത് പുറത്തേക്ക് കളയുക. ശരീരത്തിൻ്റെ അകത്ത് തന്നെ ഈ ചേർന്നിരിക്കുന്ന അണ്ടവും ബീജവും കൂടി ചേർന്നിട്ട് അതിന് വല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും എല്ലാം രക്തമായി മാറിയിട്ട് അമ്മയുടെ രക്തത്തിലൂടെയാണ് ആ കുട്ടിക്ക് വേണ്ട ഭക്ഷണം എല്ലാം കിട്ടുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും എതിരായ വസ്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവിടെ നടക്കുന്ന പ്രക്രിയയിൽ നിന്ന് വേണ്ടാത്ത മാലിന്യങ്ങളെല്ലാം രക്തത്തിലൂടെ തന്നെയല്ലായിരിക്കും എങ്ങനെ പോകുന്നത്, പുറത്തേക്ക് കളയുന്നത്. അതെല്ലാം ശരീരശാസ്ത്ര സെൽപ്പേഴ്സിൻ്റെ പഠിച്ചവർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വേണം ഏതിനെ കാണാൻ. ഇവിടെ തഴ, കഴുത്ത്, ശത്രുക്കളുടെ എതിർക്കാൻ വന്ന ശത്രുസേനയുടെ തലയും കഴുത്തുമെല്ലാമായിട്ട് അവർ അതിൽ നിന്ന് ഓടിപ്പോയി എന്നുള്ളത് കാണുന്നത്. അതിനു മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചു, മറ്റേത് കഴിച്ചു എന്നെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രക്രിയകളാണ്. അതെല്ലാം ശരീരശാസ്ത്രമെല്ലാം അതിൻ്റെ സയൻസ്, പിന്നിൽ സയൻസ് പഠിക്കുന്ന ഇപ്പം ബയോളജി, സുവോളജി എല്ലാം പഠിച്ച ആൾക്കാരുണ്ടാവുമല്ലോ. അവരിലാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വേദങ്ങളും ചില സ്ഥലത്തെല്ലാം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. നമുക്കറിയുന്ന വിഷയങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കയറിപ്പോകാം. നമുക്കറിയാത്ത വിഷയങ്ങളെല്ലാവുമ്പോൾ നമുക്ക് പോകുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കുറച്ചധികം വ്യാഖ്യാനിക്കാനുള്ളതാണ്. അത് ഭാവിയിൽ അതിൻ്റേതായ ആൾക്കാർ അത് വ്യാഖ്യാനിക്കുമെന്ന് നമുക്ക് ഇതിലും വിസ്തരിച്ച് വ്യാഖ്യാനിക്കാൻ അവർക്ക് പറ്റും. പക്ഷേ നമുക്കിത്രയല്ലേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അധ്യായം കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഭ്രൂണവും അണ്ടവും കൂടിയിട്ട് ചേർന്നിട്ടുണ്ട്. ഉഷയായിട്ട് അനിരുദ്ധം ചേർന്നു, ഒരു കുട്ടിയായിട്ട് വരുന്നു. പിന്നെയും അവിടെ ശരീരത്തിൽ എന്ത് കിടക്കുകയാണ്? കുറേ പ്രവർത്തനങ്ങൾ നടന്നിട്ടാണ് അവസാനം കുട്ടി പുറത്തേക്ക് വരേണ്ടത്. അവിടെ ഒരു ഏറ്റുമുട്ടലുകളെല്ലാം നടക്കുന്നുണ്ട്. അതിൽ ശിവനാണ് മെറ്റീരിയൽ വശം, ഭൗതികമായ മെറ്റീരിയൽ വശത്തിൻ്റെ അധിപൻ ശിവനാണ്. കാലമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒരു കൊച്ചിനെ സംരക്ഷിക്കുന്ന ആരാണ്? കാലമാണ്. അപ്പോൾ ആര് വന്നിട്ട് സംരക്ഷിക്കണം? വിഷ്ണു വന്നിട്ട് സംരക്ഷിക്കണം. ഏതെല്ലാം അനർത്ഥമായ വസ്തുക്കളുണ്ടോ അതിനെയെല്ലാം ശിവനായിട്ട്, രുദ്രനായിട്ട്, ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാശത്തിൻ്റെ ശക്തിയായിട്ട് ശിവനെ കാണും. ഒരു കുട്ടി അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഗർഭപാത്രത്തിൽ വെച്ച്. അതുകൊണ്ടാണ് ആദ്യത്തെ 4 മാസം ശ്രദ്ധിക്കണം എന്നല്ലേ, അല്ലെങ്കിൽ ഇതെന്തായി പോകും, നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ നശിപ്പിക്കുന്ന എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ അവിടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ ശിവനായിട്ടും സംരക്ഷിക്കുന്ന, അല്ലാതെ നമ്മൾ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ശക്തി വിശേഷമുണ്ട്. ശിവൻ, വിഷ്ണു ഉണ്ട്. വിഷ്ണുവും ശിവനും തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് അതിന് ബാണാസുരനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഗർഭപാത്രത്തിൻ്റെ ആ ഉത്തരവാദിത്തം ബാണാസുരനാണ്. അപ്പം ബാണാസുരന് സേവനം ചെയ്യുകയാണ്. അതിൻ്റെ കാവൽക്കാരനായിട്ടാണ് കാവലായിട്ടാണ് ആരെ പിടിച്ചിട്ടിരിക്കുന്നത്? വരമായിട്ട് രുദ്രനെ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പം അവിടെ എന്തെങ്കിലും ബാണാസുരന് എതിർപ്പാകുമ്പോൾ ശിവനും സംഹാരമാണല്ലോ. അപ്പം സംഹാരത്തെ അവിടെ ഇതിനെ ഗർഭപാത്രത്തിൽ നിന്ന് അതിനെ എന്തെങ്കിലും തള്ളാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്തം വിഷ്ണുവിനാണുള്ളത്. ഇതാണ് ഇനി ഈ കഥയിലൂടെ ഏറ്റുമുട്ടലായിട്ട് ചിത്രീകരിക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്തതിൽ